മൂന്ന് സീസണുകൾ കേവലം 3 സീസണുകൾ കൊണ്ട് 3 ജന്മത്തിന്റെ സുഹൃതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഹൃദയത്തിലേക്ക് കോരിയിട്ട് നൽകിയ ക്രൊയേഷ്യൻ വാൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട വല്യേറ്റൻ മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം കോൺട്രാക്റ്റിൽ വിച്ഛേദിച്ച് പുതിയൊരു ക്ലബ്ബിലേക്ക് ചേക്കേറുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർക്ക് മാർക്കോ ലെസ്കോവിച്ചിനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ലെസ്കോ ജന്മനാട്ടിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും അവസാന സീസണുകളിലൊക്കെ മാർക്കോയെ പരിക്ക് വല്ലാതെ വേട്ടാടുന്നുണ്ടായിരുന്നു. ഇവാൻ കുക്കോമാനോവിച്ചിനോടൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്റെ ആദ്യ സീസണിൽ ഒരാൾക്ക് പോലും വിസ്മരിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കിയ താരം തന്നെയാണ് മാർക്കോ ലെസ്കോവിച്ച്. ഐ ലീഗിൽ നിന്നും വന്ന പരിചയസമ്പത്ത് യാതൊന്നുമില്ല ഹോർമി പാർവൈവ എന്ന യുവതാരത്തിനെ വളർത്തിയെടുത്ത ഒരു ഡിഫൻസീവ് ജയന്റ് ആക്കി മാറ്റിയെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിരുന്ന ഗില്ലിനും വളരെ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഗില്ലിനെയും ഹോർമിയെയും കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് നൽകി പിൻനിരയിലെ യഥാർത്ഥ ക്യാപ്റ്റനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ ഒരു ഉരുക്ക് കോട്ട തീർത്തത് മാർക്കോ ലെസ്കോവിച്ച് തന്നെയാണ്. മാർക്കോ ലെസ്കോവിച്ച് പ്രതിരോധത്തിൽ ഗ്ലാഡിയേറ്ററിനെ പോലെ നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾമുഖം വല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധം അനുഭവിച്ചിരുന്നു. ഇനി ആ സുരക്ഷിതത്വ ബോധം കേരള ബ്ലാസ്റ്റേഴ്സിനില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിനെ ഏത് പ്രതിരോധത്തിലും ഏത് കടുത്ത ആക്രമണത്തിലും പ്രതിരോധിച്ച് നിർത്തുന്ന പേമാരി പോലെ ചെയ്യുന്ന ആക്രമണങ്ങളെ ഒരു വൻ തടതീർത്ത് തടയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട മാർക്കോ ലെസ്കോവിച്ച് എന്ന ഗ്രേറ്റ് ബാൾ അവർ ഓൺ ക്രൊയേഷ്യൻ ഗ്രേറ്റ് ബാൾ ക്രൊയേഷ്യൻ വന്നതിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കോൺട്രാക്ട് എക്സ്പയർഡ് ആവുന്നതോടുകൂടി അദ്ദേഹം പുതിയ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹം ക്രൊയേഷ്യൻ ക്ലബ്ബ് തന്നെയായിട്ടുള്ള NK സ്ലാവൻ ബ്ലൂപ്പോ എന്ന ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുകയാണ് എന്ന് ക്രൊയേഷ്യൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ മറ്റൊരു ക്ലബ്ബിന് വേണ്ടി ബൂട്ട് കിട്ടിയ ബ്ലാസ്റ്റേഴ്സിന് എതിരാളിയായി വരുന്നില്ല. ജന്മനാടായ ക്രൊയേഷ്യയിൽ അദ്ദേഹത്തിന്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ചെലവഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പുതിയ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ നന്മകളും നേടാൻ അല്ലാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഴിയില്ല. ഇനിയില്ല വല്യേട്ടന്റെ ആ ക്രൊയേഷ്യൻ കരുത്തിന്റെ കാവൽ ബ്ലാസ്റ്റേഴ്സിന് സുരക്ഷിതത്വ ബോധം നൽകാൻ.